ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും അറിഞ്ഞാണ് നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ഈ ഒരു ലണ്ടൻ ബ്രിഡ്ജ്. അപ്പോൾ അത് കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണ് കേട്ടോ നമ്മൾ മറൈൻ ഡ്രൈവിൽ പോകുന്നത്. അപ്പോൾ ഇത് തുടങ്ങിയിട്ടിപ്പോൾ ഒരു 3-4 ദിവസമായി നമ്മുടെ DJ ലണ്ടൻ ബ്രിഡ്ജ് മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ഒരു അമ്യൂസ്മെൻ്റ് ആണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്നാൽ പിന്നെ പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിലോട്ടാണ്. തന്നെയല്ല, കൊച്ചിയിൽ ഇത്ര നാൾ ഞാൻ ഉണ്ടായിട്ട് ഇതുവരെ മറൈൻ ഡ്രൈവിലോട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പം അവിടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇത് 1 മാസത്തോളമൊക്കെ ഈ പരിപാടി ഉണ്ട്. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ പോയി കാണാം. അപ്പോൾ ഒത്തിരി നേരം യാത്ര ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ 1 മണിക്കൂറോളം നമുക്ക് അവിടുന്ന് യാത്ര ഉണ്ടായിരുന്നു കാക്കനാട് നിന്ന്. എന്ന് വെച്ചാൽ ബ്ലോക്കും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അവധി ദിവസം കൂടെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ബ്ലോക്കിൽ കിടന്നാണ് നമ്മളവിടെ ചെന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥലം എത്തി കേട്ടോ. അപ്പോൾ മറൈൻ ഡ്രൈവിൽ നമ്മൾ വന്നു. അപ്പോൾ അവിടുത്തെ തിരക്ക് കണ്ടു. ഒത്തിരി ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവധി ദിവസം കൂടെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ പാർക്കിങ്ങിന് തന്നെ സ്പേസ് കിട്ടുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷേ കുറേ വഴികളുണ്ട് നമുക്കവിടെ പാർക്ക് ചെയ്യാനായിട്ട്. റൈറ്റ് സൈഡ്, ലെഫ്റ്റ്, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ അകത്തോട്ട് കയറുവാണ്. അപ്പം ഇവിടുന്ന് നമുക്കിങ്ങനെ കാണാം ലണ്ടൻ ബ്രിഡ്ജൊക്കെ അവിടെ പണിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗൈസ്, നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്നു കേട്ടോ. അപ്പം നല്ല രസമുണ്ട് അടുത്ത് നിന്ന് കാണാൻ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഓരോരുത്തരൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കിയത്, അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ അത് കാണത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു നമുക്ക് കാണാൻ കേട്ടോ. ഒത്തിരി ഫോട്ടോസ്, ഈ പറഞ്ഞ പോലെ സേവ് ദ ഡേറ്റോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നല്ല നല്ല പ്ലേസ് ആണ് കേട്ടോ ഇവിടെ. പിന്നെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് സന്ധ്യയായിട്ട് രാത്രിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ ഞങ്ങൾ വന്നത് ഒന്നാമത് ഇതിനകത്ത് നമ്മൾ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആകുമായിരിക്കും എന്ന് വെച്ച് തന്നെയാണ് ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞൊരു 3 മണി ആ സമയത്താണ് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ആ സമയത്താണെങ്കിൽ നമുക്ക് നല്ല രസമാണ് എല്ലാം കാണാൻ. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കണേ ശരിക്കും എനിക്ക് തോന്നി ഈ ഒരു സമയത്ത് വന്നാലാണ് നല്ല ലൈറ്റിംഗ് ഉണ്ടാവുക. രാത്രിയിലാകുമ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ കാണാൻ ഭംഗിയുണ്ടാവും. പക്ഷേ ക്യാമറയിൽ ഫോട്ടോ നമ്മൾ എടുക്കുമ്പം വലിയ ഭംഗി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങളതിനെ നോക്കിയാൽ നല്ല രീതിയിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല ഫോട്ടോസ്, എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന്. കൂടുതൽ ആൾക്കാരും മറ്റേ DSLR ക്യാമറയൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല നല്ല ഫോട്ടോസ് എടുക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ക്യാമറയായിട്ടൊക്കെയാണ് വന്നത്. അപ്പം ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ലണ്ടൻ ബ്രിഡ്ജ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ പിന്നെ കാണുന്നത് ഈ ഒരു ഡിസ്നി ലാൻഡാണ് കേട്ടോ. ഇതും ഭയങ്കര മനോഹരമായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് കറക്റ്റ് ലൈറ്റൊക്കെ ഇട്ടത് ശരിക്കും പറഞ്ഞാൽ നന്നായി. കാരണം നല്ല രസമുണ്ടായിരുന്നു അത് ഇട്ട് കാണാൻ. പകലാണെങ്കിൽ ലൈറ്റ് കാണുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ വന്ന സമയം എന്ന് പറയുന്ന ഒരു ഈവനിങ് ഒക്കെ ആവുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ ലൈറ്റ്സൊക്കെ ഇട്ടത്. നല്ല രസമായിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു. ഒത്തിരി ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു.
അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ അകത്തോട്ട് വന്നു കേട്ടോ. അകത്തോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റേജ് രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലയണിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഒരു നമ്മുടെ രാജാവൊക്കെ ഇരിക്കുന്ന രീതിയിൽ ഒരു രാജകീയ പൊസിഷൻ ആ ഒരു രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും നിന്ന് ഓരോരുത്തരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ഫുള്ള് നമ്മൾ ഫസ്റ്റിനൊക്കെ കാണുന്ന പോലെ തന്നെ കടകൾ സ്റ്റാളുകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എപ്പോഴും നമ്മൾ കാണുന്ന പോലെ തന്നെ ഫർണിച്ചറിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പം 50% ഓഫ് ഡിസ്കൗണ്ടൊക്കെ ഉണ്ടെന്നോ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ മാറ്റ് ആ ഒരു സെക്ഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ മാറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടൈപ്പല്ല, നമ്മൾ ബാത്റൂമിലൊക്കെ ഇടുന്ന ഒരു ടൈപ്പ് സ്ലിപ്പ് ആവാത്ത രീതിയിൽ വെള്ളം അബ്സോർബ് ചെയ്യുന്ന രീതിയിലത്തെ മാറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്ലാറ്റിലേക്ക് മേടിച്ചായിരുന്നു. അവിടെ നമ്മൾ ആ ടൈപ്പ് മാറ്റല്ലായിരുന്നു ഇതുവരെ ഇട്ടിരുന്നത്. അപ്പോൾ അത് നനഞ്ഞാലും പിന്നെ കുറേ നേരത്തേക്ക് ആ ഒരു വെള്ളമായി ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് മാറ്റൊക്കെ മേടിച്ചു. പിന്നെ നമ്മുടെ കൂളർ, അതേപോലെ പിള്ളേർക്കൊക്കെ ഉള്ള സ്റ്റോറി ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്കെച്ച് പെൻ വെച്ചിട്ട് ചെയ്യുന്ന ബുക്സ് അങ്ങനത്തെ ഇതൊക്കെ. പിന്നെ നമ്മുടെ ഫോൺ കേസസ് അങ്ങനത്തെയൊക്കെ ആയിരുന്നു.
പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ഫസ്റ്റ് വേൾത്തേലൊക്കെ ഇങ്ങനത്തെ ഗെയിംസൊക്കെ നമ്മൾ അധികം കാണാറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഗെയിംസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴത്തെയും പോലത്തെ നമ്മുടെ ഫുഡിൻ്റെ സ്റ്റാൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുള്ള് നമ്മുടെ സ്ട്രീറ്റ് ഫുഡ്, പാവ് ബജി അങ്ങനത്തെ ടൈപ്പ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പുറത്തേക്കാണ് വരുന്നത് കേട്ടോ. പുറത്തേക്ക് നമുക്കിങ്ങനെ ഓരോ ബോൾ എറിഞ്ഞ് സമ്മാനം കിട്ടുന്ന അങ്ങനത്തെ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് കയറിയിരുന്ന് പോകാനായിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് റൈഡുകൾ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വേറൊരു സംഭവം നമ്മൾ കണ്ടു, ഗോസ്റ്റ് ഹൗസ്. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഗോസ്റ്റ് ഹൗസിലൊന്ന് കയറാം എന്ന് വിചാരിച്ച് അവിടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ടിക്കറ്റ് പ്രത്യേകമായിരുന്നു കേട്ടോ. 80 രൂപയായിരുന്നു ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. അപ്പം അവിടെ നമ്മൾ കയറി. അവിടെ പേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാളുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിപ്പം അവിടെ സ്റ്റിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തേക്കുന്ന സംഭവങ്ങളൊന്നുമല്ല, ആൾക്കാർ തന്നെയാണ് അതിനകത്തുള്ളത് നമ്മളെ പേടിപ്പിക്കാനായിട്ട്. അപ്പം നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇതേപോലെ സൈഡിൽ നിന്ന് പെട്ടെന്ന് വരിക, അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളാണ്. പിന്നെ നമ്മുടെ പുറകെ വരിക, ഇങ്ങനെ കാലിട്ട് അടിച്ചടിച്ച് സ്പീഡിലൊക്കെ നടന്ന് നമ്മുടെ പുറകെ ഒന്ന് പേടിപ്പിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതിനകത്ത്. അപ്പം അതും നല്ലതായിരുന്നു, അത്യാവശ്യം പേടിക്കും. അപ്പോൾ അതിനകത്ത് നമുക്കധികം വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ സമ്മതിക്കാതിരിക്കുന്നതിൻ്റെ അല്ല, നമുക്ക് ഭയങ്കര ഇരുട്ടാണ്. പിന്നെ നമ്മൾ ലൈൻ ആ രീതിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ പുറകിലും കൂടെ ആയതുകൊണ്ട് എനിക്ക് ശരിക്കും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം പിന്നെ നമ്മൾ വെളിയിൽ വന്ന് കുറച്ച് നേരം അവിടെ റൈഡൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ പിന്നെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങിയെങ്കിലും ഞാൻ ഇതുവരെ മറൈൻ ഡ്രൈവിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കടൽ കാണാനായിട്ടൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ബൈ.